ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാസ് ടു ടിപ്സ്. 27/2/2025 അഥവാ ഇന്ന് നടന്ന LSS പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് 1 ആണ്. ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് മലയാളം, ഇംഗ്ലീഷ്, GK ഇവയൊക്കെയാണ്. ഇതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് നോക്കുന്നത്. മറ്റുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച ഈ വീഡിയോയുടെ പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പേപ്പർ 1 പാർട്ട് A 1 മുതൽ 5 വരെ ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്യത്തിൽ അല്ലെങ്കിൽ വാചകത്തിലാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും ഒരു സ്കോറാണ് ലഭിക്കുക. ആദ്യത്തെ ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു കവിതയിലെ ചില വരികളാണ്. അത് ആരാണ് എഴുതിയത് അഥവാ ഈ വരികൾ ആരുടേതാണ് എന്നതാണ് ചോദ്യം. അരലൻ ഗുരുനാഥർ അരലൻ ഗുരുനാഥർ പാരിതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം ഒളപ്പമണ്ണ. രണ്ടാമത്തെ ചോദ്യം ആകാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്കൊല്ലയൻ നോമലുണ്ണി എന്ന വരിയിൽ മാഴ്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? കൂട്ടുകാർ പഠിച്ച കവിതയായതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയായിരിക്കും അത് ദുഃഖിക്കുക അഥവാ വിഷമിക്കുക എന്നതാണ് അർത്ഥം. മൂന്നാമത്തെ ചോദ്യം 4ാം ക്ലാസ്സിലെ പാഠഭാഗവും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കൃതിയുടെ പേരുമാണ് താഴെ ജോഡിയായി തന്നിട്ടുള്ളത്. അതിൽ വിട്ടുപോയത് എഴുതുവാനാണ് ചോദ്യം. വെണ്ണക്കണ്ണൻ കൃഷ്ണഗാഥ, പത്തായം ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ, മലയാളം വള്ളത്തോൾ കവിതകൾ, സ്നേഹം താൻ ശക്തി ഏതായിരിക്കും? ഇത്തിരി കാര്യം. നാലാമത്തെ ചോദ്യം കാളകൾ അകന്നു പോകാതിരിക്കാനും കലപ്പ ഉറപ്പിക്കാനുമായി ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം നുകം. അഞ്ചാമത്തെ ചോദ്യം പച്ച പ്ലസ് പുൽമേട് ചേർത്തെഴുതുവാനാണ് പച്ചപ്പുൽമേട്. അടുത്തത് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുവാനാണ്. ഓരോന്നിനും ഒരു സ്കോർ വീതമാണ്. ഭൂമിയെ സംബന്ധിച്ച എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏത്? ഭൗതികം, ഭൗമം, ഭാസുരം, അഭൗമം എന്തായിരിക്കും? ഏഴാമത്തെ ചോദ്യം ചേട്ടാ പാവം മൈന എന്തിനാണതിനെ കൊല്ലുന്നത്? ലൈല പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടെന്നതുപോലെ ആ കിളി ഈണത്തിലൊരു പാട്ടുപാടി. ചോദ്യം ഇതാണ്, അടിവരയിട്ട വാക്യത്തിൽ വിട്ടുപോയ ചിഹ്നം ഏതായിരിക്കും? ഉത്തരം സി ആണ്. സി ഓപ്ഷനിലുള്ള ചിഹ്നമാണ് അവിടെ വിട്ടുപോയത്. എട്ടാമത്തെ ചോദ്യം അതിരില്ലാത്ത ആവേശത്തോടെ ജയഘോഷം മുഴക്കിയാണ് വള്ളംകളിയിൽ ഒന്നാമതെത്തിയ ചുണ്ടൻ വള്ളത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. അതിരില്ലാത്ത എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദമേത്? അപാരം, അനുബന്ധം, ആമോദം, അനുവാസരം. അടുത്ത ചോദ്യം ശരിയായി എഴുതിയ പദമേത്? ഇതിലെ ശരിയായ പദം നിങ്ങൾക്കറിയാമായിരിക്കും. ഓപ്ഷൻ ഡി അഥവാ പ്രതിധ്വനി എന്ന പദമാണ്. കൂട്ടത്തിൽ ചേർക്കാവുന്ന വാക്ക് ഏത്? അക്ഷി, ലോചനം, നയനം. നമുക്കറിയാം അക്ഷണം, ലോചനം, നയനം എന്നൊക്കെ പറയുന്നത് എന്തിനെയാണ്? കണ്ണിനെയാണ്. കണ്ണിൻ്റെ മറ്റു പദങ്ങളാണ് ഇവയൊക്കെ. അതുപോലെ മറ്റൊരു പദമാണ് മിഴി എന്ന് പറയുന്നത്. അപ്പം മിഴിയാണ് കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്ന മറ്റൊരു വാക്ക്. 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു അച്ഛനും അമ്മയും എന്ന് പറയുന്ന അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. അത് വൃത്തിയിൽ നന്നായി വായിച്ചു നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതുക. അതിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഉച്ചവെയിലിന് ചൂടുണ്ടാവുന്നത് എന്തുകൊണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഉച്ചയ്ക്കാ വെയിലിന് ചൂടുണ്ടായിരുന്നത് ചിന്ത കൊണ്ടാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം? അതെ, ഉച്ചവെയിലിന് ചൂടുണ്ടാകുന്നത് അച്ഛൻ്റെ ചിന്ത കൊണ്ടാണ് എന്നാണ് കവി പറയുന്നത്. അമ്മയുടെ കണ്ണുനീരാണ് ആകാശത്തിൽ നക്ഷത്രങ്ങളായി മാറുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന വരികളേത്? ആ വരികൾ എടുത്തെഴുതുവാനാണ്. അത് കൂട്ടുകാർക്ക് ആ കവിത വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ആ വരികളാണ് അന്തിക്കു മാനത്തു മിന്നുന്ന നക്ഷത്രം അമ്മതൻ കണ്ണുനീരാണല്ലോ എന്ന വരികൾ നിങ്ങൾക്ക് ആ കവിതയിൽ കാണാൻ പറ്റും. അടുത്തത് കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുവാനാണ്. ആസ്വാദനക്കുറിപ്പ് നിങ്ങൾ ഒരുപാട് എഴുതി ശീലിച്ചിട്ടുണ്ടാവും. അതുപോലെ ഈ ഒരു കവിതയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ആസ്വാദനക്കുറിപ്പ് എഴുതി കൊടുക്കുക. അതിന് 3 സ്കോറാണ്. 12ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതമാണ്. ഒരാളുടെ ജീവിതകഥ അയാൾ തന്നെ എഴുതിയാൽ അതിന് പറയുന്ന പേരെന്താണ്? അതെ, ആത്മകഥ. 12ാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ബി ചോദ്യമാണ്. പൂക്കളില്ലാത്ത പുലരിയില്ലാതെ ആർദ്രമേതോ വിളക്കു പിന്നിലായി പാട്ടുമൂളി ഞാൻ പോകവേ
നിങ്ങൾ കേട്ടുനിന്നുവോ തോഴരെ നന്ദി നന്ദി. സുഗതകുമാരിയുടെ നന്ദി എന്ന് പറയുന്ന ഒരു കവിതയാണിത്. ഈ കവിതയിൽ ചങ്ങാതിമാർ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ഏത്? ഇതാണ് ചോദ്യം. തോഴൻ എന്ന വാക്കാണ് ചങ്ങാതിമാർ എന്ന അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. 12ാമത്തെ ചോദ്യത്തിലെ NSE ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഉപയോഗപ്പെടുത്തി സുഗതകുമാരിയുടെ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുവാനാണ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ സൂചനകളും അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ളൊരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. അടുത്തത് നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. ടോട്ടൽ സ്കോർ 10 ഇവിടെ 13ാമത്തെ ക്വസ്റ്റ്യനാണ്, അഥവാ മലയാളം കഴിഞ്ഞ ഉടനെയാണ് അടുത്തത് ഇംഗ്ലീഷ് എഴുതേണ്ടത്. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിക്കുക, എന്നിട്ട് അതുമായി ബന്ധപ്പെടുത്തി തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ നൽകുക. പാസേജ് ഇതാണ്. എ ഫുൾ മൂൺ വാസ് റൈസിങ്, ലിറ്റിൽ സ്റ്റാർസ് were blinking to greet the moon. A soft wind carried the fragrance of wildflowers into the room. From the distant skies, Ivan heard the song of a nightingale. അപ്പം നിങ്ങളുടെ പാഠത്തിലുള്ള തന്നെ ഒരു പാസേജാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. A soft wind carried the fragrance of wildflowers. Which term can be used instead of soft wind? Storm എന്ന് തന്നിട്ടുണ്ട്, ഗെയിൽ തന്നിട്ടുണ്ട്, ബ്രീസ്, സൈക്ലോൺ ഒക്കെ തന്നിട്ടുണ്ട്. ഏതായിരിക്കാം? ബ്രീസ് ആണല്ലേ. ഓക്കെ. മേക്ക് മീനിങ് വേർഡ് യൂസിങ് ദ ലെറ്റേഴ്സ് ഗിവൺ ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് എന്നതാണ് ബി ക്വസ്റ്റ്യൻ. ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്, ഇങ്ങനെ വിതറി കിടക്കുകയാണത്. അതെന്ത് ചെയ്യണം? നമ്മൾ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഒരു മീനിങ് വേർഡ് ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു വേർഡ് വരുന്ന ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് പൂരിപ്പിച്ചു കൊടുത്താലും മതി. ഷീ ലൈക്സ് ദ ഡാഷ് ഓഫ് ജാസ്മിൻ ഫ്ലവേഴ്സ്. എന്താണ്? അതെ, അവിടെയുള്ള ഒരു പാസേജിലുള്ള ഒരു വേർഡ് തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഫ്രാഗ്രൻസ്. അടുത്ത ചോദ്യം സി ക്വസ്റ്റ്യൻ ആണ്. The above passage is a description of a night scene the King Ivan saw through his window. If it was in the morning, what could be the scene? Describe it. അതായത് ഈ ഒരു പാസേജ് നൽകിയിരിക്കുന്നത് കിങ് ഇവാൻ അദ്ദേഹത്തിൻ്റെ വിൻഡോയിൽ കൂടി, ജനലിൽ കൂടി കാണുന്ന ഒരു നൈറ്റ് സീനിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഇത് ഈ ഒരു സെയിം കാര്യം നിങ്ങൾ മോർണിംഗിലാണ് അഥവാ രാവിലെയാണ് കാണുന്നതെങ്കിൽ എന്തായിരിക്കും ആ സീന്? അതെന്ത് ചെയ്യുക? ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുവാനാണ്. അതിൻ്റെ സ്കോർ എന്ന് പറയുന്നത് 3 സ്കോറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. നേരത്തെ അതേ സെയിം പാറ്റേൺ ആണ്. ഒരു പാസേജ് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഗുലാബ് ജാമുൻ, രസഗുള, ബർഫി, ജിലേബി, ലഡു yelled a hawker at the entrance. He called out at the passers-by. Many colored sweets, decorated with leaves of silver and gold, were seen. The child stared open-eyed and his mouth watered. A question എന്ന് പറയുന്നത് the child stared open-eyed. Which emotion of the child is indicated here? ഹാപ്പിനെസ് ആണോ, വണ്ടർ ആണോ, എൻവി ആണോ, സോറോ ആണോ? എന്തായിരിക്കും? വണ്ടർ. ഹിസ് മൗത്ത് വാട്ടേഡ്. വൈ? അവൻ്റെ വാലിൽ നിന്ന് വെള്ളം ഊറുന്നുണ്ടായിരുന്നു അല്ലേ? എന്തിനായിരുന്നു അത്? അവനവൻ്റെ മൗത്ത് വാഷ് ചെയ്തത് കൊണ്ടാണോ, അതോ ഹി വാസ് സ്പിറ്റിംഗ് അഥവാ അവൻ തുപ്പിയത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഹി വിഷ് ടു ഈറ്റ് ദ സ്വീറ്റ്സ് ആണോ? വാട്ടർ ഫെൽ ഓൺ ഹിസ് മൗത്ത്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഹി വിഷ് ടു ഈറ്റ് ദ സ്വീറ്റ്സ്. അവൻ ആ സ്വീറ്റ്സ് തിന്നാൻ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അടുത്ത ചോദ്യം, ദ ചൈൽഡ് വെൻ നിയർ ദ സ്വീറ്റ് ഷോപ്പ്. ഹി ലുക്ക്ഡ് അറ്റ് ദ സ്വീറ്റ്സ് ദർ. ദ ഷോപ്പ് കീപ്പർ സോ ദ ചൈൽഡ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചൈൽഡ് ആൻഡ് ദ ഷോപ്പ് കീപ്പർ. അപ്പോൾ ആ ഷോപ്പ് കീപ്പറും ചൈൽഡും തമ്മിലുണ്ടായ ആ ഒരു കോൺവെർസേഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് നമ്മൾ പാർട്ട് സിയിലോട്ട് കടക്കുകയാണ്. പൊതുവിജ്ഞാനം അഥവാ GK ആണ്. ഇതിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ടോട്ടൽ സ്കോർ 10 ആണ്. 15ാമത്തെ ചോദ്യമായിട്ട് വരും. നാലുകെട്ട് എന്ന നോവൽ രചിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ് നാലുകെട്ട് എന്ന നോവൽ രചിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ അഥവാ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം V നാരായണൻ. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളവയിൽ വിമാനത്താവളം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം കോഴിക്കോട്. ഇന്ത്യയിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ്? ഉത്തരം ഡോക്ടർ S രാധാകൃഷ്ണൻ.
19ാമത്തെ ചോദ്യം, ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമരപ്പൂവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് രചിച്ചതാര്? ഉത്തരം ഇരിയമ്മൻ തമ്പി. അടുത്ത ചോദ്യം, പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആര്? ഉത്തരം ഡി ഗുഗേഷ്. 21ാമത്തെ ചോദ്യം, നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതും കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതുമായ കലാരൂപം ഏത്? ഉത്തരം കഥകളി. അടുത്ത ചോദ്യം, 2024 ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം പ്രദേശങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിൽ ഉൾപ്പെടുന്നു? ഉത്തരം വയനാട്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഉത്തരം അരുണാചൽ പ്രദേശ്. 24ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? കൂട്ടുകാരെ, മലയാളം, ഇംഗ്ലീഷ്, പൊതുവിജ്ഞാനം എന്നിവ ഉൾക്കൊള്ളിച്ച ഒരു പാർട്ട് 1 വീഡിയോ ആണിത്. ഇതിൻ്റെ പാർട്ട് 2 അഥവാ പരിസര പഠനവും ഗണിതവും ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയുടെ ലിങ്കിനായി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും നിങ്ങൾക്ക് LSSൽ എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.